നമ്മുടെ ഉള്ളില് ഒരുപാട് കഴിവുകളുണ്ട് അല്ലേ? പക്ഷെ ചിലപ്പോഴൊക്കെ അതൊന്നും വേണ്ട രീതിയിൽ പുറത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു നിരാശ തോന്നിയിട്ടുണ്ടോ? നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ കാണാൻ പറ്റാത്ത ചങ്ങലകളെ എങ്ങനെ പൊട്ടിക്കാമെന്നാണ് നമ്മളിന്നും മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഒന്ന് സത്യസന്ധമായി ആലോചിച്ചു നോക്കൂ. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായിപ്പോയി, ഒരിഞ്ച് മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരേ സ്ഥലത്ത് തന്നെ കറങ്ങിത്തിരിയുകയാണെന്നൊരു തോന്നൽ. ഈയൊരു കുടുങ്ങിപ്പോയ ഫീലിംഗ് അത് ചിലപ്പം നമ്മുടെ കുടുംബകാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലോ ജോലിയിലോ ആവാം. ചിലപ്പം നമ്മുടെ ബന്ധങ്ങളിലോ സാമ്പത്തിക കാര്യങ്ങളിലോ ആകാം ഈ ഒരു മരവിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓർക്കുക, ഈ തോന്നലിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പോ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്? ഇത് നമ്മുടെ മാത്രം കുഴപ്പമാണോ? നമ്മൾ മടിയന്മാരായതുകൊണ്ടാണോ? അല്ല. ഇതിന്റെ യഥാർത്ഥ കാരണം നമ്മുടെ കഷ്ടപ്പാടിന്റെ കുറവല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. ഈയൊരു തോന്നൽ വെറുതെ മനസ്സിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അതിന് ശരിക്കും പ്രത്യാഘാതങ്ങളുണ്ട്. നമ്മുടെ ആത്മവിശ്വാസം കുറയുന്നത് മുതൽ ജീവിതത്തിൽ കിട്ടേണ്ട നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് വരെ. ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു ഒറ്റ അടിസ്ഥാന കാരണത്തിലേക്കാണ്. 80%. വെറുമൊരു സംഖ്യ അല്ലേ? പക്ഷെ ഇത് എന്താണ് പറയുന്നതെന്നറിയാമോ? ഇതാണ് ആ ഞെട്ടിക്കുന്ന സത്യം. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളിൽ 80%ന്റെയും കാരണം കഠിനാധ്വാനത്തിന്റെ കുറവല്ല, മറിച്ച് വേണ്ടത്ര വികാസം പ്രാപിക്കാത്ത കോഗ്നിറ്റീവ് സ്കില്ലുകളാണ്. എന്താണ് ഈ കോഗ്നിറ്റീവ് സ്കിൽസ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ബേസിക് പവർ, അതായത് ചിന്തിക്കാനും പഠിക്കാനും ഓർത്തെടുക്കാനുമൊക്കെയുള്ള കഴിവ്. ഈ കോഗ്നിറ്റീവ് സ്കില്ലുകളെ നമ്മുടെ തലച്ചോറിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു OS എന്ന് വിചാരിക്കാം. ഒരു കമ്പ്യൂട്ടറിന് വിൻഡോസ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് ആൻഡ്രോയിഡ് പോലെ. നമ്മുടെ ബാക്കിയുള്ള എല്ലാ കഴിവുകളും പ്രവർത്തിക്കുന്നത് ഈ OSന് മുകളിലാണ്. ഈ ഒരു താരതമ്യം കേട്ടുനോക്കൂ. നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി പോലെയും റാം സ്പീഡ് പോലെയുമാണ്. അതായത് എത്ര വിവരങ്ങൾ സംഭരിക്കാൻ പറ്റും, ആ വിവരങ്ങൾ എത്ര വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ സ്കിൽസാണ്. ഈ ചിത്രം നോക്കിയാൽ സംഭവം സിമ്പിളായിട്ട് മനസ്സിലാകും. നമ്മൾ പുറത്തുനിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്നു, അതാണ് ഇൻപുട്ട്. തലച്ചോർ അതിനെ പ്രോസസ് ചെയ്യുന്നു. അവസാനം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, അതാണ് ഔട്ട്പുട്ട്. ഈ പ്രോസസ്സിംഗ് എന്ന ഘട്ടമാണ് എല്ലാത്തിലും പ്രധാനം. ഈ പ്രോസസ്സിംഗിലെ ഒരു ഹീറോ ആണ് വർക്കിംഗ് മെമ്മറി. നമ്മളൊരു ഫോൺ നമ്പർ കേട്ടിട്ട് അത് ഫോണിൽ അടിക്കുന്നവരെ ഓർത്തുവെക്കില്ലേ? ആ ഒരു കഴിവ്, അതാണ് വർക്കിംഗ് മെമ്മറി. ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ ആവശ്യമായ വിവരങ്ങൾ തൽക്കാലത്തേക്ക് മനസ്സിൽ പിടിച്ചു നിർത്താനുള്ള കഴിവ്. അടുത്ത ആളാണ് പ്രോസസ്സിംഗ് സ്പീഡ്. പേര് പോലെ തന്നെ നമ്മുടെ തലച്ചോറിന്റെ സ്പീഡ്. ഒരു കാര്യം എത്ര പെട്ടെന്ന് ഗ്രഹിച്ച് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഈ സ്പീഡിനെ ആശ്രയിച്ചിരിക്കും. ചിലർക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാകും, മറ്റു ചിലർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി സമയം വേണ്ടിവരും. അപ്പോ എന്തിനായി വർക്കിംഗ് മെമ്മറിയും പ്രോസസ്സിംഗ് സ്പീഡുമൊക്കെ ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത്? കാരണം നമ്മുടെ പഠനം, സംസാരം, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത്, എന്തിന് ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കുന്നതുവരെ എല്ലാത്തിന്റെയും അടിത്തറ ഈ 2 കഴിവുകളാണ്. ഇവ ദുർബലമായാൽ ഈ കാണുന്ന എല്ലാ കഴിവുകളെയും അത് ബാധിക്കും. ശരി, അപ്പോ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. പക്ഷേ ഏറ്റവും സന്തോഷമുള്ള വാർത്ത എന്താണെന്നോ? ഇതിനൊരു പരിഹാരമുണ്ട്. ഇതിനെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. നമുക്ക് ആ പുരോഗതിയിലേക്കുള്ള യാത്ര തുടങ്ങാം. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. വെറുതെ കണ്ണുമടച്ച് കൂടുതൽ കഷ്ടപ്പെടുന്നതിലല്ല കാര്യം. ആദ്യം വേണ്ടത് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കലാണ്. നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണ്, വീക്ക്നെസ് എവിടെയാണ് എന്നൊരു തിരിച്ചറിവ്. ഇത് വെറും പറച്ചിലല്ല. ദാ നോക്കൂ, ഇത് ഒരേ ആളുടെ മുൻപും ശേഷവുമുള്ള കോഗ്നിറ്റീവ് റിപ്പോർട്ടാണ്. ആ നിറങ്ങളിലെ മാറ്റം കണ്ടോ? ചുവപ്പും മഞ്ഞയുമൊക്കെ പച്ചയായി മാറുന്നത്, അതാണ് യഥാർത്ഥത്തിലുള്ള അളക്കാൻ പറ്റുന്ന മാറ്റം. ദാ ഒരൊറ്റ ഉദാഹരണം നോക്കാം. മെമ്മറി. തുടക്കത്തിലുണ്ടായിരുന്ന സ്കോറിൽ നിന്ന് എത്ര വലിയൊരു കുതിച്ചുചാട്ടമാണ് പിന്നീടുണ്ടായിരിക്കുന്നതെന്ന് കണ്ടോ? ഇതിനർത്ഥം എന്താ? ശരിയായ രീതിയിലൂടെ പോയാൽ നമുക്ക് അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോ ഈയൊരു പുതിയ അറിവ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു താക്കോല് പോലെയാണ്. മുന്നോട്ടുള്ള വഴി തുറക്കണോ വേണ്ടയോ എന്ന് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നാലോചിച്ചു നോക്കിക്കേ, നിങ്ങളുടെ ശരിക്കുള്ള കഴിവെന്താണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ചേർന്ന് ജോലിയോ പഠനമോ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ദൗർബല്യങ്ങളെ ശക്തിയാക്കി മാറ്റാൻ കഴിയും. ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലിപ്പോ വ്യക്തമായ 2 വഴികളുണ്ട്. ഒന്നുകിൽ
ഒന്നും ചെയ്യാതെ ഇപ്പോഴുള്ള പോലെ തന്നെ മുന്നോട്ടു പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കി അതിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു കുതിക്കാം. അപ്പോൾ ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ഏതു വഴിയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ഈ യാത്രയിൽ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആ അപാരമായ കഴിവുകളെ കണ്ടെത്താനുള്ള ഈ യാത്രയ്ക്ക് എന്റെ എല്ലാ ആശംസകളും.